നമ്മുടെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് സംഭവിച്ച ആ വലിയ മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഒരുപാട് പുതിയ വിദ്യാഭ്യാസ രീതികളിലൂടെ ലോകത്തിന്റെ തന്നെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു സംസ്ഥാനത്തിന്റെ കഥയാണിത്. നമുക്ക് തുടങ്ങാം. മഹാത്മാഗാന്ധിയുടെ ഈ ശക്തമായ വാക്കുകൾ നോക്കൂ. നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു തുടക്കമാണിത്. ശരിക്കും അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ ലോകത്ത് ഈ വാക്കുകൾക്ക് എന്തുമാത്രം പ്രസക്തിയുണ്ടല്ലേ? എന്തിനാണ് വിദ്യാഭ്യാസത്തിലെ മാറ്റങ്ങൾ ഒരേപോലെ അങ്ങ് പോയാൽ പോരെ? പക്ഷേ അങ്ങനെയല്ലല്ലോ. സമൂഹം ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പാഠ്യപദ്ധതിയും അതിനനുസരിച്ച് മാറണ്ടേ? അതായത് ഒരു കരിക്കുലം എന്ന് പറയുന്നത് വെറുമൊരു സബ്ജക്റ്റിന്റെ ലിസ്റ്റ് മാത്രമല്ല, അതൊരു ജീവനുള്ള രേഖയാണ്. അന്നത്തെ കാലത്തെ സമൂഹത്തിന്റെ ആവശ്യങ്ങളും അറിവുമൊക്കെ കാണിക്കുന്നൊരു കണ്ണാടി പോലെ. അതുകൊണ്ട് തന്നെ അടുത്ത തലമുറയെ പുതിയ വെല്ലുവിളികൾക്കായി തയ്യാറാക്കാൻ ഇത് എപ്പോഴും പുതുക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോ ഈ യാത്ര തുടങ്ങുന്നത് 1956 കേരളം രൂപം കൊണ്ടതിനു ശേഷമാണ്. അതിനു മുൻപ് തിരുവിതാംകൂർ, കൊച്ചി, മലബാർ ഇങ്ങനെ 3 വ്യത്യസ്ത വിദ്യാഭ്യാസ രീതികളായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിനെയൊക്കെ ഒന്നാക്കിയാണ് നമ്മൾ മുന്നോട്ട് പോയത്. ആ പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ? ഇതൊന്നു നോക്കൂ. ഓരോ ഘട്ടത്തിലും വ്യക്തമായ മാറ്റങ്ങൾ കാണാമല്ലേ? ഇത് വെറുതെ മാറുന്നതല്ല. ഓരോ ഘട്ടത്തിലും പുതിയ കാര്യങ്ങൾ പഠിച്ച് മെച്ചപ്പെടുത്തി മുന്നോട്ടു പോവുകയായിരുന്നു. ചിന്താരീതികളിൽ തന്നെ വലിയ മാറ്റങ്ങൾ വന്ന ഒരു യാത്രയായിരുന്നു ഇത്. 90കളുടെ തുടക്കത്തിൽ വന്ന ഒരു പ്രധാനപ്പെട്ട ആശയമായിരുന്നു ഈ MLL, അതായത് മിനിമം ലെവൽസ് ഓഫ് ലേണിംഗ്. ഇതിന്റെ ലക്ഷ്യം വളരെ സിമ്പിളായിരുന്നു. എല്ലാ കുട്ടികൾക്കും ഒരുപോലെ നല്ല വിദ്യാഭ്യാസം കിട്ടണം. ഓരോ ക്ലാസ്സിലും അവരറിഞ്ഞിരിക്കേണ്ട കുറച്ച് അടിസ്ഥാന കാര്യങ്ങളുണ്ട്, അതെല്ലാവരും നേടിയിരിക്കണം. അതായിരുന്നു ലക്ഷ്യം. ഇതിന്റെ ഫോർമുലയും വളരെ ലളിതമായിരുന്നു. ഒന്നാമത് പ്രാപ്തി അഥവാ കോമ്പിറ്റൻസി, അതായത് പഠിച്ച കാര്യം ഉപയോഗിക്കാനുള്ള കഴിവ്. രണ്ടാമത് പ്രാവീണ്യം അഥവാ മാസ്റ്ററി, ആ കഴിവിൽ നല്ലൊരു വൈദഗ്ധ്യം നേടുക. ഇതിന്റെ എല്ലാം അടിസ്ഥാനം എന്തായിരുന്നു? എല്ലാവർക്കും ഗുണമേന്മ, അതായത് ഈ കഴിവുകളും പ്രാവീണ്യവുമൊക്കെ എല്ലാ കുട്ടികൾക്കും ഒരുപോലെ കിട്ടണം. പക്ഷേ ഈ സിസ്റ്റത്തിനും അതിന്റേതായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ചിലപ്പോൾ കുട്ടികളുടെ പ്രായത്തിന് പറ്റാത്ത കാര്യങ്ങളായിരുന്നു പഠിപ്പിച്ചിരുന്നത്. കുറച്ചൊക്കെ ഒരു മെക്കാനിക്കൽ രീതിയിലായിരുന്നു കാര്യങ്ങൾ. എങ്ങനെ ലക്ഷ്യം നേടണം എന്നതിനെക്കുറിച്ച് വ്യക്തത കുറവായിരുന്നു. അപ്പോ ഈ പ്രശ്നങ്ങളിൽ നിന്നാണ് അടുത്ത വലിയ മാറ്റത്തിനുള്ള വഴി തുറന്നത്. അങ്ങനെ നമ്മൾ 1997 എത്തുന്നു. ഇതൊരു സാധാരണ മാറ്റമായിരുന്നില്ല, ഒരു വിപ്ലവം തന്നെയായിരുന്നു. എന്താണ് പഠിക്കേണ്ടത് എന്ന ചോദ്യത്തിൽ നിന്ന് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നതിലേക്ക് ഫോക്കസ് മാറി. വ്യത്യാസം വളരെ വലുതായിരുന്നു. പഴയ രീതിയിൽ ടീച്ചർ പറയുന്ന കാര്യങ്ങൾ കേട്ട് കുട്ടികൾ മനഃപാഠമാക്കുകയായിരുന്നു. എന്നാൽ 1997 വന്ന പുതിയ രീതിയിൽ കേന്ദ്രം കുട്ടിയായി. ആക്ടിവിറ്റികൾക്കും ചർച്ചകൾക്കുമൊക്കെ പ്രാധാന്യം വന്നു. കുട്ടി സ്വയം അറിവ് നിർമ്മിക്കുന്നു എന്ന ആശയത്തിലേക്ക് നമ്മൾ മാറി. ശരിക്കും പറഞ്ഞാൽ ക്ലാസ് മുറികൾ കുറച്ചുകൂടി ജീവനുള്ളതായി മാറി. തീർച്ചയായും ഇത്രയും വലിയൊരു മാറ്റം ഒറ്റയടിക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അതിന് വലിയൊരു സപ്പോർട്ട് സിസ്റ്റം വേണം. ആ പിന്തുണയാണ് ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാം അഥവാ DPEP നൽകിയത്. അപ്പോ ഈ മാറ്റങ്ങളൊക്കെ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് എന്ത് പ്രതിഫലനമാണ് ഉണ്ടാക്കിയത്? കഴിഞ്ഞൊരു 20 വർഷം കൊണ്ട് എന്തൊക്കെയാണ് മാറിയത്? നമുക്ക് പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ നോക്കാം. ഒന്നാമതായി, അക്കാദമിക തലത്തിൽ പഠനം വെറും ചോദ്യോത്തരം പഠിക്കലല്ല, മറിച്ച് കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്താനുള്ളൊരു രീതിയിലേക്ക് മാറി. ടീച്ചർമാർ ക്ലാസ് എടുക്കുന്നതിന് പകരം കുട്ടികളെ സഹായിക്കുന്നൊരു റോളിലേക്ക് മാറി. പഠനം ക്ലാസ് റൂമിന്റെ 4 ചുമലകൾക്ക് പുറത്തേക്കും വളർന്നു. കുട്ടികളുടെ ചിന്തയെയും ക്രിയേറ്റിവിറ്റിയെയും പ്രോത്സാഹിപ്പിക്കുന്ന രീതി വന്നു. രണ്ടാമത്തേത്, സ്കൂളുകളുടെ മുഖച്ഛായ തന്നെ മാറി. പൊടിയുള്ള ക്ലാസ് റൂമുകൾക്ക് പകരം ടൈലിട്ട് നല്ല വെളിച്ചവും കാറ്റുമുള്ള മുറികൾ വന്നു. ഹൈടെക് ക്ലാസ് റൂമുകൾ ഒരു സാധാരണ കാഴ്ചയായി. സയൻസ്, IT ലാബുകൾ, നല്ല ലൈബ്രറികൾ ഇതൊക്കെ വന്നു. സ്കൂൾ കെട്ടിടങ്ങൾ പോലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലായി. മൂന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം സാമൂഹിക പങ്കാളിത്തമാണ്. സ്കൂളെന്നത് ഗവൺമെന്റിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല, മറിച്ച് ഒരു നാടിന്റെ മുഴുവൻ കാര്യമാണെന്നൊരു ബോധം വന്നു. PTA കൂടുതൽ ശക്തമായി. പൂർവ്വ വിദ്യാർത്ഥികളും പഞ്ചായത്തുകളും സ്കൂളിന്റെ വളർച്ചയിൽ പങ്കാളികളായി. ഇത് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തിന്റെ ഏറ്റവും വലിയൊരു വിജയമാണ്. പക്ഷേ ഈ യാത്ര ഇവിടെ തീരുന്നില്ല, അല്ലേ? ഇനിയും ഒരുപാട് മുന്നോട്ട് പോവാനുണ്ട്. എല്ലാ കുട്ടികൾക്കും ലോകത്തിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം കൊടുക്കുക, അതാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്കുള്ള ഒരു വലിയ ചുവടുവെപ്പാണ് 2016 തുടങ്ങിയ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. നമ്മുടെ എല്ലാ സ്കൂളുകളെയും ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലേക്ക് ഉയർത്താനുള്ള ഒരു വലിയ പരിശ്രമമാണിത്.
അപ്പോ ഇത്രയും മാറ്റങ്ങളിലൂടെ കടന്നുപോയ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തിന്റെ അടുത്ത ഘട്ടം എന്തായിരിക്കും? ലോകം ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ നാളത്തെ തലമുറയ്ക്ക് വേണ്ടി നമ്മുടെ പാഠ്യപദ്ധതിയിൽ ഇനി എന്തൊക്കെ പുതിയ ആശയങ്ങളും കഴിവുകളുമാവും നമ്മൾ ഉൾപ്പെടുത്താൻ പോകുന്നത്? അതൊരു വലിയ ചോദ്യമാണല്ലേ?